യേശുവിന്റെ സ്വന്തം മെർലിൻ എന്ത് ഈ കുട്ടി എന്ത് സാധനം യേശുവിന് ഒരു സമാധാനം കൊടുക്കുന്നില്ല. ഭയങ്കര ഓവർലി പൊസസീവ് ടോക്സിക് ഗേൾഫ്രണ്ട് ആണ് ഞാൻ. പിന്നെ ഞങ്ങളുടെ ടോക്സിറ്റി ഒക്കെ കൂടിയപ്പോഴത്തേക്കിനും മെർലിൻ ആന്റി ആയി, കേശുവിന്റെ ആന്റി ആയി. അപ്പൊ അതൊക്കെ ചേച്ചി ആന്റി ഇടയിൽ കാണും. ഏജ് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കമന്റ്സ് കാണുന്നുണ്ട്. ശരിക്കും ഏജ് ഡിഫറൻസ് ഉണ്ടോ? കേശു 17 ആണ്, ഞാൻ 21. പിന്നെ എങ്ങനെ ഫീൽ ചെയ്യാൻ? റിയൽ ലൈഫിൽ എങ്ങനെയാണ് അനീന? ഞാൻ അമ്മുന്റെ ഒരു വൈബ്, ഒരു ചിൽ വൈബ്. പക്ഷെ കോഴിയല്ല, കോഴി വൈബ്. ശിവാനിയും മെർലിനും തമ്മിൽ എന്താണ്? ശിവാനിയും മെർലിനും അടിയല്ല, പക്ഷെ രണ്ടുപേർക്കും എനിക്ക് കുറവുണ്ട്. എനിക്ക് ലാസ്റ്റ് എപ്പിസോഡില് നമ്മുടെ ഇതായിരുന്നു ശിവാനിയെ സോപ്പിടുക എന്നുള്ള. ശിവാനിയും കൂടി ഇനി സോപ്പിടാൻ ബാക്കിയുള്ളൂ. ആളെയും കൂടി സോപ്പിട്ട് എന്റെ വലയിൽ വീഴ്ത്തുക എന്നുള്ളതാണ് മെർലിന്റെ പുതിയ ഉദ്ദേശം. നടക്കൂന്നറിയില്ല. ശിവാനിനെ പോയി ഹഗ് ചെയ്തപ്പോ ഞാൻ അത്രക്കാരി തന്നെ എന്നാണ് ആള് പറഞ്ഞത്. ശരിക്കും പറഞ്ഞ പ്രേമലാണ് ജീവിതം മാറ്റി മറിച്ചു. അതെ, ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, എന്റെ മാനിഫെസ്റ്റേഷൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഗിരീഷ് ഐ എം റെഡി ടു ബിക്കം എ ന്യൂ മമ്മിത എന്നൊക്കെ പറഞ്ഞിട്ട്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633 888 575. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്നത്തെ എൻ്റെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉപ്പും മുളകും എന്ന് പറയുന്ന പ്രോഗ്രാം എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അതിൻ്റെ ഇപ്പോൾ ഒരു ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമാണ് ഈ കുട്ടി. ഈ കുട്ടീനെ ഒരു എപ്പിസോഡിൽ കണ്ടില്ലെങ്കിൽ കൊമൻസ് വരും, എവിടെ മെർലിൻ, എവിടെ മെർലിൻ, എവിടെ. സോ മെർലിൻ, ഉപ്പുമുളകിൻ്റെ സ്വന്തം മെർലിനാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സോ വെൽക്കം അനീന. ഹായ് ഹായ് ഹായ്. എനിക്ക് ആക്ച്വലി അനീന എന്ന് വിളിക്കാൻ തോന്നുന്നില്ല. മെർലിൻ ആ ഒരു പേര് ഭയങ്കര രജിസ്റ്റേർഡ് ആയില്ല. ഇപ്പൊ പുറത്തിറങ്ങുമ്പോ എങ്ങനെ ആളുകൾ മെർലിൻ എന്നാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. എന്റെ പേര് അങ്ങനെ എന്നെക്കാൾ കൂടുതൽ മെർലിൻ എന്നാണ് ആളുകൾ വിളിക്കുക. എങ്ങനെയുണ്ട് ഇപ്പൊ പുറത്തിറങ്ങുമ്പോ കേശുവിന്റെ സ്വന്തം മെർലിൻ എന്ത് ഈ കുട്ടി എന്ത് സാധനം യേശുവിന് ഒരു സമാധാനം കൊടുക്കുന്നില്ല. ഭയങ്കര ഓവർലി പൊസസീവ് ടോക്സിക് ഗേൾഫ്രണ്ട് ആണ് ഞാൻ. ഒഴിവാക്കുന്ന കമന്റ്സ് ഒക്കെ കാണാറുണ്ട്. എങ്ങനെയുണ്ട് റെസ്പോൺസ് ഒക്കെ? റെസ്പോൺസ് രസമാണ്. ഇപ്പം ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഈ ടോക്സിസിറ്റി സംഭവങ്ങളൊക്കെ അതൊക്കെ ഉള്ളൂ. എന്തായാലും ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സന്തോഷം. എങ്ങനെയായിരുന്നു ഉപ്പുമുളകിലെ ഒരു അനീന എങ്ങനെയാണ് മെർലിനെ ആയി മാറിയത്? ഞാൻ ആക്ച്വലി പാറമട വീട്ടില് നമുക്ക് ഒരു മുകളിലെ നിലയിൽ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ മുകളില് ഷൂട്ടിൽ പോകുന്ന സമയത്ത് താഴെ കണ്ണൻചാട്ടൻ കണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവർ ആക്ച്വലി ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു മെർലിൻ ഒരു ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോഴാണ് ഞാനിങ്ങനെ മുകളിൽ താഴെ കയറി നടക്കുന്ന കണ്ടത്. ഇങ്ങനെ ചെയ്യുന്നോ ചോദിച്ചിട്ട് അങ്ങനെയാണ് ചെയ്ത്. അപ്പോ ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഇപ്പം സീസൺ 3 അല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളിപ്പം സിനിമയിലൊക്കെ സീരിയൽസിലൊക്കെ ആണെങ്കിൽ ഒരു കുട്ടി വളർന്ന് വലുതാവുന്നത് ചിലപ്പോൾ ഒരു പാട്ടിലൂടെ 1-2 എപ്പിസോഡ്സിലൂടെ ഒക്കെ കഴിയുമ്പോൾ ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിന്റെ ജേർണി നമ്മൾ റിയൽ ലൈഫിൽ ഇപ്പൊ പാറക്കുട്ടിയൊക്കെ കുഞ്ഞായിട്ട് വന്നിട്ട് ഇപ്പൊ എന്ത് കാന്താരിയായിട്ട് മാറി. 7 വർഷം. അപ്പം ശരിക്കും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഉപ്പുമുളകും. റിയൽ ആയിട്ടും നിങ്ങളുടെ ജേർണി, നിങ്ങളുടെ വളർച്ച ഒക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുക. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതിൽ ഞാൻ എങ്ങനെ ചെയ്യും, എങ്ങനെയായിരിക്കും ക്യാരക്ടർ, അങ്ങനെയൊക്കെ? ടെൻഷനല്ല, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ ചെറുപ്പം മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോ നമ്മൾ കുഞ്ഞിലെ മുതൽ കാണുന്നുണ്ടല്ലോ ഉപ്പുമുളകും. ഓരോ സീസൺ ഈ പറഞ്ഞ പോലെ എല്ലാവരും വളർന്നു വലുതാവുന്നു, പാറക്കുട്ടി ജനിക്കുന്ന മുതൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതിലേക്ക് എനിക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഞാൻ ആക്ച്വലി കുട്ടിക്കലവറ ഇവരെല്ലാവരും ശിവാനി, കേശു ഒക്കെ അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് അവർ വന്നെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് ഈ കുട്ടിക്കലവറ ലൈക്ക് അവർ ഓഡീഷൻ എടുത്ത സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിൽ പോകണം എന്നുള്ളത്. ഞാൻ വീട്ടിൽ കിടന്ന് ഭയങ്കര വാശി പിടിച്ച് അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര സാധനമായിരുന്നു. എനിക്ക് അതിൽ പോകണം, അതിൽ പോയ എന്തെങ്കിലുമൊക്കെ വരും ഓഫേഴ്സ് എന്നൊക്കെ ഉള്ള സാധനം. ഞാനന്ന് 6 പഠിക്കുന്ന സമയത്ത്. പക്ഷെ അന്ന് പോയില്ല, എനിക്കൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര റിഗ്രറ്റ് ആയിരുന്നു. പക്ഷെ ലാസ്റ്റ് അതേ ഷോയിൽ നിന്ന് വന്ന ആൾക്കാരുടെ കൂടെ അതേ ലൈക്ക് ഉപ്പുമുളകിൽ തന്നെ ഞാൻ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് ഈ 2 ദിവസം ഷൂട്ട് ഇങ്ങനെ വരും എന്നുള്ളതിനകത്ത് ഇരിക്കുമായിരുന്നു. പക്ഷെ നടന്നില്ല. വേറൊരു ദിവസമാണ് നമുക്ക് ഷൂട്ട് നടക്കുന്നത്. ചെല്ലുന്നു, അഭിനയിക്കുന്നു, അങ്ങനെ അടിപൊളിയായിരുന്നു. ഈ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോഴേ ഇപ്പം പൊതുവേ ടോക്സിക് എന്ന് പറയുമ്പോൾ എല്ലാവരും എന്ത് ടോക്സിക് ക്യാരക്ടർ അങ്ങനെയാണല്ലോ.
അപ്പോൾ അതിനൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ ഇങ്ങനത്തെ? കാരണം കേശു എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും പെട്ട്, ആ കേശുവിനെയാണ് നമ്മളിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ആൾക്കാർ ഇനി എങ്ങനെ എടുക്കും അങ്ങനെയൊക്കെ. ഇല്ല, ആക്ച്വലി നമ്മള് ഫ്രണ്ട് എന്നുള്ള രീതിയിലല്ല നമ്മൾ സ്ക്രിപ്റ്റ് കണ്ണചേട്ടൻ അപ്പൊ പേര് എഴുതുന്ന സ്ക്രിപ്റ്റ് അല്ലേ. അപ്പോൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഫ്രണ്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, കേശുവിന്റെ ജസ്റ്റ് ഒരു ഫ്രണ്ട്. പിന്നെ അത് ഡേ ബൈ ഡേ ആണ് അത് ഗേൾ ഫ്രണ്ട് ആവുന്നു, പിന്നെ ഗേൾ ഫ്രണ്ട് ടോക്സിക് ആവുന്നു, അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്കും ആ കഥ ഞാനും ഇങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞാണ് ഓക്കെ ഇതിങ്ങനെ കൂടിക്കൂടി വരുന്നല്ലോ എന്നുള്ളത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറിഞ്ഞു കഴിഞ്ഞപ്പോ എന്ത് തോന്നി? അറിഞ്ഞിപ്പോ എന്താ പാർട്ട് ഓഫ് ദ ക്യാരക്ടർ അല്ലേ. പിന്നെ അലീന വരുന്നു, ഹരിത വരുന്നു, കേശുവിന് അലീന, മെർലിൻ, ഹരിത, പിന്നെ വേറെ ആരൊക്കെയോ ഉണ്ട്, കുറെ പേര്, എനിക്ക് 5-6 പേരുണ്ട് തോന്നുന്നു. കാരണം ഓരോ എപ്പിസോഡ് കഴിയുമ്പോ പുതിയ പുതിയ കുറെ പേരുണ്ട്, ഓരോരോ പ്രായത്തിൽ ഓരോരോ സീസണിൽ 1-2 പേര് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഈ സീസണിൽ മെയിൻ ഞാനാന്ന് മാത്രം. ഇപ്പോ ഉപ്പുമുളക് എന്ന് പറയുമ്പോഴേക്കും ബാലു ചേട്ടൻ, നീലുമ്മ, ലച്ചു, മുടി, അങ്ങനെ കുറെ ശരിക്കും അതൊരു ഫാമിലി ആയിട്ട് ആൾക്കാർ അങ്ങ് അക്സെപ്റ്റ് ചെയ്തൊരു ഫാമിലിയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് അവിടുത്തെ ലൊക്കേഷൻ? ഏറ്റവും കൂടുതൽ ഫൺ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കമ്പനി ആരുടെ കൂടെയാ? എനിക്കൊന്ന് കേശുവായിട്ട് തന്നെയായിരുന്നു. കേശുവും പാറക്കുട്ടിയും ഫുൾ ടൈം നമ്മൾ ചില്ലും അടിപൊളി കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. പിന്നെ ലൊക്കേഷൻ അടിപൊളിയാണ്, നമ്മൾ രസമാണ്. ഞാൻ പിന്നെ എപ്പോഴും ഉണ്ടാവാറില്ലാത്തതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അവർ ലൈക്ക് ഒരു ഫാമിലി പോലെ കുഞ്ഞിലേ മുതൽ കാണുന്നു, പിന്നെ എപ്പോഴും ഉണ്ടാവാറുണ്ട് അവരെപ്പോഴും. ഞാനെപ്പോഴും അങ്ങനെ ലൊക്കേഷനിൽ ഉണ്ടാവാറില്ല, എന്നാലും നല്ല രസമുള്ള സെറ്റാണ്. എനിക്ക് തോന്നുന്നു പാറക്കുട്ടിയുടെ തഗ്ഗൊക്കെ ഇപ്പോ അത് എങ്ങനെയാ? അത് ആ ഒരു ഡയലോഗ് പഠിച്ചിട്ട് പറയണോ അല്ലെങ്കിൽ ഇനി സ്പോട്ടിലെങ്ങാനും വരുന്നതാണോ? സ്ക്രിപ്റ്റ് ഉണ്ട്, പക്ഷെ പാറു ചില സാധനങ്ങളൊക്കെ കൈന്നിടുന്നതാ. അവളുടെ ഒരു ഡയലോഗ് കൈൻഡ് ഓഫ് ഒരു ഡയലോഗ് ഡെലിവറി ഉണ്ടല്ലോ, ഒരു പ്രത്യേക രീതിയിലുള്ള സംസാരം ഉണ്ടല്ലോ, അതാണ് എനിക്ക് തോന്നുന്നത് തഗ്ഗായിട്ട് പെട്ടെന്ന് ആളുകൾക്ക് ഫീൽ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതെ. ഇങ്ങനെ ഏറ്റവും കൂടുതൽ ടേക്ക് പോകുന്നൊക്കെ ആരാ നിങ്ങൾ ഒന്നിച്ചുള്ള സീൻസിലേക്ക്? അങ്ങനെ ഇല്ല, എല്ലാരും പോവാറുണ്ട്. പക്ഷെ ആദ്യമൊക്കെ ഞാനായിരുന്നു, കാരണം എനിക്ക് ഈ സിംഗ് സൗണ്ട് ലൈക്ക് ഞാൻ സിംഗ് സൗണ്ടിലൊന്നും അഭിനയിച്ചിട്ടില്ല, ഞാൻ പൊതുവേ അഭിനയിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോ ആദ്യമൊക്കെ ടേക്ക് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരുന്നത് ഞാനാന്ന് തോന്നുന്നു. ഇപ്പം കുഴപ്പമില്ല, കുറച്ചൊക്കെ ബെറ്റർ ആയി. ഈ കമന്റ്സ് ഒക്കെ നോക്കുന്ന കൂട്ടത്തിലാണോ ആൾക്കാർ എങ്ങനെയാ എടുക്കുന്നത്? കുറെ എനിക്ക് തോന്നുന്നു മെർലിൻ കേശു കോംബോക്ക് ഒരു ഫാൻസ് ഉണ്ട്, അലീന കേശു കോംബോക്ക് ഒരു ഫാൻസ് ഉണ്ട്, ഇപ്പൊ പുതിയതായിട്ട് ഹരിത കേശു കോംബോ ഫാൻസ് ഉണ്ട്. അപ്പൊ ഈ ഫാൻസിന്റെ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ അതൊക്കെ എങ്ങനെ എടുക്കാറ്? ഫണ്ണായിട്ട് എടുക്കാറുണ്ടോ? ഞാൻ ഫണ്ണായിട്ട് എടുക്കുള്ളൂ. എനിക്ക് ആദ്യം ആക്ച്വലി ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് എനിക്ക് അത്ര വണ്ണമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ആളുകളെ ഓക്കെ മെർലിൻ കൊള്ളാം അങ്ങനത്തെ കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ കുറച്ചാളെ പേർക്ക് വണ്ണൊക്കെ വെച്ചു. പിന്നെ ഞങ്ങളുടെ ടോക്സിസിറ്റി ഒക്കെ കൂടിയപ്പോഴത്തേക്കിനും മെർലിൻ ആന്റി ആയി, കേശുവിന്റെ ആന്റി ആയി. അപ്പൊ അതൊക്കെ ചേച്ചി ആന്റി ഉണ്ട് ഇടയിൽ കാണും, അങ്ങനത്തെ കമന്റ്സ് ഒക്കെ ഉണ്ട്. അതൊന്നും സീനില്ല, ഞാനങ്ങനെ അതങ്ങനെ വിട്ടു. പിന്നെ ഇപ്പൊ അലീന ആളുകൾക്ക്, കാരണം ഉപ്പുമുളകും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അലീന കേശു കോംബോ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇതായിരുന്നു. ഞാൻ വന്നപ്പോഴും എവിടെ അലീന എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്ന കമന്റ്സ്. അപ്പൊ അലീന കേശു വന്നപ്പോഴത്തേക്കിനും ആ എപ്പിസോഡും നല്ലപോലെ കയറി, ആളുകൾക്ക് ആ ഒരു കോംബോനെ ഭയങ്കര വീണ്ടും ആ ഒരു ഉപ്പുമുളക് പഴയ ബാക്ക് ടു ദ നോർമൽ ആ ഒരു സാധനം ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പൊ അതൊക്കെ അങ്ങനെ ഓരോ എനിക്കൊന്നും അലീന ഫാനായിരിക്കും കൂടുതൽ ആ ഒരു കോംബോക്കാ തോന്നുന്നു കുറച്ചും കൂടി ഒരു പവർ സാധനം ആളുകളുടെ. അത് കാണുമ്പോ മെർലിൻ എന്തെങ്കിലും മെർലിൻ ഓഫ് കോഴ്സ് കാണുമല്ലോ, ബോയ് ഫ്രണ്ട് അല്ലേ, എനിക്ക് അസൂയ തോന്നുന്നുണ്ട് ആവശ്യമില്ലല്ലോ. ഈ എങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്ത് ഇങ്ങനെ കേശുയുടെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ വന്ന് ഫാൻസ് ഒക്കെ വന്ന് സംസാരിക്കാറൊക്കെ ഉണ്ടോ? എനിക്ക് കൂടുതൽ പിള്ളേര്, അതുപോലെ കുറച്ച് പ്രായമായവർ, അവരൊക്കെ പ്രത്യേകിച്ച് കുഞ്ഞു പിള്ളേരൊക്കെ വന്നിട്ടാണ് സംസാരിക്കാം. കഴിഞ്ഞ ദിവസം ലുലുവിലൊക്കെ പോയപ്പോ ഒരു കൊച്ചെന്നിട്ട് ഹഗ് ചെയ്തിട്ട് ഇങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കും. എന്താ എനിക്ക് അറിയുന്നതിന്റെ കുട്ടിയായിരിക്കുന്നു. അപ്പൊ അവരിങ്ങനെ ഇത് കണ്ടിട്ട് അങ്ങനെയുള്ള നല്ല കുറെ ഇതൊക്കെ ഉണ്ട്. കഴിഞ്ഞ പിന്നെ അതൊരു ഷൂട്ടിന് അങ്ങനെ ഫോട്ടോ വെച്ച് പോയപ്പോ ഒരു 2-3 പേര്, 2 പിള്ളേര്, ഒരു 2-3 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർ ഇങ്ങനെ നടന്നു വെച്ച് എന്നെ ഇങ്ങനെ നോക്കുന്നത്, ഇതെന്റെ കേശുവിന്റെ ചിക്കല്ലേ, ഫോട്ടോ വെച്ചില്ലേ കേശുവിന്റെ ചിക്കല്ലേ എന്നൊക്കെ. അങ്ങനെയുള്ള നല്ല കുറെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇപ്പൊ ഏജ് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ കമന്റ്സ് കാണുന്നുണ്ട്. ശരിക്കും ഏജ് ഡിഫറൻസ് ഉണ്ടോ? കേശു 17 ആണ്, ഞാൻ 21. പിന്നെ എങ്ങനെ ഫീൽ ഉപ്പുമുളക് അല്ലാതെ ഇപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ആദരാഞ്ജലികൾ നേരിട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് വേറെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഫിലിംസ് ഒക്കെ ചെയ്തോ?
ഫിലിം ഇങ്ങനെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ നിലവിൽ സോണി ലൈവിൻ്റെ ഒരു സീരീസ് ചെയ്ത് നിർത്തി കഴിഞ്ഞ ഫെബ്രുവരിയിൽ അതിൻ്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞു. അങ്ങനെ പിന്നെ ആദരാഞ്ജലിയുടെ അടുത്ത സീസൺ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഓൾറെഡി ചെയ്ത് വെച്ചിരുന്ന കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ എനിക്ക് തോന്നുന്നു ഒരു സെപ്റ്റംബർ നവംബറിൽ തന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പരിപാടികളുണ്ട്. അതൊക്കെ ഇങ്ങനെ റിലീസായി വരുന്നേ ഉള്ളൂ. ഇപ്പം കേശുവിന് ഓൾറെഡി കുറെ ഫാൻസ് ഉണ്ട്, നിങ്ങളുടെ കോംബോക്ക് കുറെ ഫാൻസ് ഉണ്ട്, അതല്ലാണ്ട് മെർലിന് കുറെ ഫാൻസ് ഉണ്ട്. മെർലിൻ കുറെ ആൾക്കാരുടെ ക്രഷ് ആയിരിക്കും, ഭയങ്കര കുറെ ഫാൻസ് ഉണ്ടാവും. അപ്പൊ അവരുടെയൊക്കെ ഒരു റെസ്പോൺസ് അങ്ങനെ ഓർത്തിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? മെസ്സേജസോ അല്ലെങ്കിൽ നേരിട്ടോ പ്രപ്പോസൽസോ? ഇല്ല, മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വരാറുണ്ട്. അതായത് ആ ഒരു ഗ്രോത്ത് പതിയായിരുന്നു. മെർലിനെ ആള് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന അതായതുകൊണ്ട് അത്ര വലിയ റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനിങ്ങനെ കുറച്ചും കൂടി ചെയ്യാൻ തുടങ്ങിയപ്പം അത്യാവശ്യം ആളുകൾ ഈ പറഞ്ഞ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം. ഈ മെസ്സേജസ് ഒക്കെ വരാറുണ്ട് ഇങ്ങനെ ബോയ്സിന്റെ ഒക്കെ? ഇൻസ്റ്റഗ്രാം അല്ലേ, ഫണ്ണായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയല്ല, എനിക്ക് മെയിലൊക്കെ വരും. അത് ഞാൻ വിചാരിക്കും ആളുകൾ, കാരണം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ മെയിൽ ഐ ഡി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പം ഞങ്ങൾക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് റിപ്ലൈ ഒക്കെ ഉണ്ടുമ്പോൾ മെയിലൊക്കെ അയക്കും. അതെ, അങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കും. രാവിലെ എണീറ്റിട്ട് മെയിലൊക്കെ കാണുമ്പോൾ വിചാരിക്കും കൊള്ളാം. മെയിൽ എന്താ, മെർലിൻ കൊള്ളാം, ഫോളോ ചെയ്യും, അങ്ങനത്തെ. ഞാൻ എന്തായാലും കുറച്ച് പേരുടെ പേരുകൾ പറയാം. അപ്പോൾ ജസ്റ്റ് അവരെ കുറിച്ചിട്ട് എന്തെങ്കിലും ഫണ്ണായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് മൈൻഡിൽ ഓർമ്മ വരുന്ന ഒരു സാധനം പറഞ്ഞാൽ മതി. ഫസ്റ്റ് നമുക്ക് കേശു ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. കേശു എന്താ പറയാ, കേശു ഒരു ഡിഫറെന്റ് വൈബാണ്. എല്ലാത്തിനും തഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. നമ്മൾ ഉപ്പുമുളകിൽ കാണുന്ന പോലെ തന്നെ അതേപോലെ ഭയങ്കര ഒരു ട്രാൻസ്പെറന്റ് പേഴ്സണാലിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്ന ആള്. ലച്ചു ചേച്ചി, അതോ ലച്ചു ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടം. ലച്ചു ചേച്ചി ഈ പറഞ്ഞ ആദ്യം ഞങ്ങൾ തമ്മിൽ വലിയ കോംബോ സീൻസ് ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ആദ്യത്തെ എപ്പിസോഡ്സിലൊന്നും. പിന്നെയാണ് ഇപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ കുറച്ചും കൂടി ഇതായത് പാവം ഒരു ചേച്ചിയാണ്. എനിക്കന്ന് ഉപ്പുമുളകും സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം ഇതുവരെയുള്ള എല്ലാ ആൾക്കാർക്കും കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ വലുതായി, ശിവാനി കേശു ഒക്കെ വലുതായി, ബാലുനീൽ അവർക്കൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷെ അന്നൊന്നും ഒരു മാറ്റം ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ വിചാരിക്കാറുണ്ട് നമ്മൾ ഇപ്പൊ കാണുമ്പോൾ അതേപോലെ തന്നെ ഉണ്ട്. 7-8 years ആയില്ല, ഇത്ര നാളും ഒരു മാറ്റം ഇല്ലാതെ എങ്ങനെടാ? ഓക്കെ, മാമി നമ്മുടെ തമിഴ് പറയുന്നത് കനകാൻഡി. കനകാൻഡി ഒരു എന്താ പറയാ, ഫുൾ എനർജറ്റിക്, ഒരു എനർജി പാക്കാണ് ആൻറ്റി. ആൻറ്റി എപ്പോൾ നോക്കിയാലും ചിരിച്ചോണ്ടിരിക്കുന്ന, എപ്പോൾ നോക്കിയാലും തമാശ പറഞ്ഞോണ്ടിരിക്കുന്ന, അങ്ങനെ നമുക്ക് എൻ്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ബോറടിക്കില്ല. എൻ്റെ അടുത്ത് ആൻറ്റി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കോമഡി ഒക്കെ പറഞ്ഞ് അങ്ങനെ ഫുൾ ചില്ലായിട്ട് ഇരുന്നോളും. നമ്മുടെ പടവലത്തെ അപ്പൂപ്പനും അമ്മൂമ്മയും. അപ്പൂപ്പനെ ആക്ച്വലി ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല, ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല. ഇല്ലില്ല, ഞങ്ങൾ തമ്മിൽ എപ്പിസോഡ്സ് ഉണ്ടായിട്ടില്ല ഇതുവരെ. അമ്മൂമ്മ എപ്പോഴും ഉണ്ട്. അമ്മൂമ്മ ആ ഒരു ഞങ്ങൾക്ക് സ്ഥിരം മറ്റേ ഉച്ചയ്ക്ക് എന്തെങ്കിലും തൈരും അച്ചാറും ഒക്കെ ആയിട്ട് കൊണ്ടുവരുന്ന, നട്ട്സൊക്കെ കൊണ്ടുവരുന്ന നല്ല ഒരമ്മൂമ്മയാണ്. എങ്ങനെയുണ്ട് പാറമട വീട്? എനിക്ക് തോന്നുന്നു ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു വീട് വേറെ ഇല്ല. ആ വീട്ടുകാര് നിങ്ങക്ക് വേണ്ടി വിട്ടു തന്നേക്കാണോ വീട്? എങ്ങനെയുണ്ട് പാറമട വീടിനെ കുറിച്ച്? പാറമട വീട് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഷൂട്ടിന് പോകുമ്പോൾ എനിക്കറിയില്ല ആ വീട് നമ്മൾ കാണുമ്പോൾ ഒറ്റ നിലയാണല്ലോ. ഞാൻ ആക്ച്വലി എൻ്റെ അടുത്ത് ഇങ്ങനെ ഷൂട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ ഇതിന്റെ അല്ല ഉപ്പുമുളക്, ഞാൻ വേറെ ഷൂട്ടിന് പോയപ്പോഴാണല്ലോ അവിടെ കയറിയത്. ആ ഷൂട്ടിന് പോകുമ്പോൾ ഞാൻ ഓർത്ത് പാറമട വീട്ടിലാണ് എൻ്റെ അടുത്ത് അന്ന് രാവിലെയാ തലേ ദിവസം രാത്രിയാ പറയുന്നത്. അപ്പൊ ഞാൻ ഓർത്ത് നോക്കി പാറമട വീട്ടിൽ പോകുന്നു, കുറെ നാൾ കുറെ സിനിമകളൊക്കെ കണ്ടു, ഉപ്പുമുളകൊക്കെ കണ്ടിട്ട് ആ വീടാണ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് ഈ മുകളിലെ നില വേറെ ഉണ്ട്, അപ്പൊ താഴെ 2 നിലയുണ്ട്. ഞങ്ങൾക്ക് മുകളിലെ നിലയിലാണ് ഷൂട്ട് നടക്കുന്നത്. എനിക്കറിയില്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ താഴെ ആണ് ഇവരുടെ ഷൂട്ട് എടുക്കുന്നതെന്ന് കണ്ടപ്പോ തന്നെ ഞാൻ ഞെട്ടി ഓൾറെഡി. ഓക്കെ, അപ്പൊ വന്ന സ്ഥിതിക്ക് എല്ലാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം, അങ്ങനത്തെ രീതിയിലായിരുന്നു. അത് എന്താ പറയാ, പാറമട വീട് എല്ലാവരുടെയും സ്വന്തമാണല്ലോ. ഇപ്പം ഉപ്പുമുളകിൽ വന്നു മെർലിനായിട്ടൊക്കെ ഇപ്പം എല്ലാവരുടെയും മനസ്സിൽ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ഇപ്പോൾ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നാണെങ്കിലും ഫാമിലിന്റെ അടുത്ത് നിന്നൊക്കെ ഉള്ളൊരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? അവരൊക്കെ കാണാറുണ്ട് എപ്പിസോഡ്സ് ഒക്കെ? അതെ, കാണാറുണ്ട്. എന്റെ വീട്ടില് TV കാണലൊക്കെ ഭയങ്കര കുറവാ. പക്ഷെ എല്ലായിടത്തും കുറവാ. പക്ഷെ ഇപ്പം എല്ലാരും കാണുന്നുണ്ട്. ഇപ്പം എന്നെ അറിയുന്നവര് അറ്റ്ലീസ്റ്റ് എന്നെ കാണുമ്പോൾ ഒരു ഫോട്ടോ എങ്കിലും എടുത്ത് അയച്ചു തരും. അതുപോലെ ഞാൻ ഉപ്പുമുളകിന് കയറുന്ന സമയത്ത് ഞാൻ ആരുടെ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് മാത്രം എനിക്കും എന്റെ വീട്ടില് വിളിച്ചപ്പോൾ എന്റെ വീട്ടിലും അറിയാമെന്നുള്ളതല്ലാതെ വേറെ ആർക്കും അറിയാം. ഞാൻ ആരുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു 3 മിനിറ്റ് എന്തോ അന്നത്തെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഭയങ്കര പേടി, ഈ ഷൂട്ട് ചെയ്ത സാധനം TV-യിൽ വരുമോ, അതെ കട്ടികളോ ചിലോ. ഞാൻ ആരുടെ പറഞ്ഞില്ല. പ്രൊമോയിലും എന്റെ ഇതുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ ചിലപ്പോഴേ
കാണത്തുള്ളൂ, ആരുടെ പറയണ്ട. പിന്നെ അന്ന് രാത്രി TV ഇങ്ങനെ വെച്ചിരുന്നു ഞാൻ ഇതിനകത്തുണ്ട്. ഓ ഭാഗ്യം. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ അറിയുന്നത്. അപ്പൊ തന്നെ എല്ലാരും നീ ഉപ്പുമുളകും കയറിയോ, ഇതെപ്പോ വെച്ചു, അങ്ങനെയായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാരും കാണുന്നുണ്ട്. പിന്നെ എപ്പിസോഡ് വന്നപ്പോ എല്ലാരും കാണുന്നുണ്ട്. ഇപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയത് ഏത് എപ്പിസോഡ്സിലായിരുന്നു? ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ എനിക്ക് തോന്നുന്നു ഒരു ടോക്സിക് ആയതിനു ശേഷമാണ്. അല്ല, ടോക്സിക് ആവുന്നതിന് മുന്നേ തോന്നുന്നു. ടോക്സിക് ആയതിനു ശേഷം ഒരു ഡിഫറെന്റ് അപ്രോച്ചാണ്. അതെ, അത് വേറെ എന്തൊക്കെയാണ്. അതിന് മുന്നേ ഉള്ള ഒരു നമ്മളിങ്ങനെ ഒരു പ്രപ്പോസ് ചെയ്യുന്നു അങ്ങനത്തെ ഒരു സമയം ഉണ്ടല്ലോ. ആ സമയത്താണ് കുറച്ചും കൂടി എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി ഇത് കിട്ടിയെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഇപ്പം അലീന വന്നതിന് ശേഷമുള്ള എപ്പിസോഡ്സിന് ഹൈക്കുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ലവ് കുറച്ചുകൂടി കിട്ടിയിരുന്ന ആ സമയത്താണ്, സ്റ്റാർട്ടിങ് സമയത്ത്. ഇപ്പം ശിവാനി, എനിക്ക് തോന്നുന്നു പണ്ട് തൊട്ട് എപ്പിസോഡ്സ് കാണുന്നവർക്ക് അറിയാം, ശിവാനി അലീനയും തമ്മിൽ പണ്ടേ ചേരില്ല, പണ്ടേ അടിയാ. അപ്പൊ ശിവാനി മെർലിനും തമ്മിൽ എന്താണ്? ശിവാനി മെർലിനും അടിയല്ല, പക്ഷെ രണ്ടുപേർക്ക് എനിക്ക് കുറവുണ്ട്. എനിക്ക് ലാസ്റ്റ് എപ്പിസോഡില് നമ്മുടെ ഇതായിരുന്നു ശിവാനിയെ സോപ്പിടുക എന്നുള്ള. ശിവാനിയും കൂടി ഇനി സോപ്പിടാൻ ബാക്കിയുള്ളൂ. ആളെയും കൂടി സോപ്പിട്ട് എന്റെ വലയിൽ വീഴ്ത്തുക എന്നുള്ളതാണ് മെർലിന്റെ പുതിയ ഉദ്ദേശം. നടക്കൂന്നറിയില്ല. ശിവാനിനെ പോയി ഹഗ് ചെയ്തപ്പോ ഞാൻ അത്രക്കാരി തന്നെ എന്നാണ് ആള് പറഞ്ഞത്. ഇങ്ങോട്ടാണ് കുറച്ച് മാറി. ഓക്കെ, ഇപ്പൊ എന്ന് മുതലേ പിന്നെ ആക്ടിങ് ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് പറ്റും എന്നൊക്കെ തോന്നിയത് ഇപ്പം മുതൽ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തിരിച്ചറിഞ്ഞാണോ, സ്വയം തിരിച്ചറിഞ്ഞാണോ? അല്ല, ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിന്റെ മുതൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതുപോലെ ഇന്റർവ്യൂ ഒക്കെ നമ്മളെല്ലാരും പോലെ പ്രാക്ടീസ് ഒക്കെ ചെയ്യുമായിരുന്നു. നമുക്ക് അവാർഡ് കിട്ടുന്നു, ഇന്റർവ്യൂവിന് പോകുന്നു, അതൊക്കെ കുഞ്ഞിന്റെ മുതൽ ചെയ്യായിരുന്നു. പക്ഷെ അപ്പൊ എന്റെ ഉദ്ദേശം ഞാൻ നീറ്റ് റിപ്പീറ്റർ ആയിരുന്നു. അപ്പൊ എന്റെ ഉദ്ദേശം നീറ്റ് എഴുതുക, MBBS എടുക്കുക, അത് ഭയങ്കര സാധനമായിരുന്നു എന്റെ തലയിൽ. അപ്പൊ അത് കഴിഞ്ഞ് ഒരു കുറച്ച് നാൾ വർക്കൊക്കെ ചെയ്തിട്ട് അതിന്റെ കൂടെ എനിക്ക് ആക്ടിങ് ട്രൈ ചെയ്യണം, അതൊക്കെയായിരുന്നു എന്റെ ഉദ്ദേശം. പക്ഷെ ഞാൻ നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആണ് എനിക്ക് മനസ്സിലായത് വേണ്ട, എന്റെ വഴി. അങ്ങനെയല്ല, എനിക്ക് ഒരു സാധനം വന്നു. അത് കഴിഞ്ഞ് പിന്നെ പക്ഷെ നമുക്ക് അറിയില്ലല്ലോ, കാരണം നമുക്കൊരു ബേസ് ഇല്ല, നമുക്ക് അറിയുന്ന ആരുമില്ല, എങ്ങനെ കയറണം എന്നറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ നീറ്റ് എക്സാം ഒക്കെ എഴുതി. ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ ആക്ച്വലി മാർച്ച് 12th അല്ലേ ഇന്ന്, മാർച്ച് 16th ഞാൻ ആക്ച്വലി ഒരു A4 ഷീറ്റ് ഒക്കെ എടുത്ത് എഴുതി വെച്ചു. മാർച്ച് 16th ഐ വിൽ ബി ബാക്ക് ആസ് ആൻ ആക്ടർ വിത്തിൻ 1 year പ്രോമിസ് എന്നൊക്കെ പറഞ്ഞിട്ട് 16th സ്റ്റോറി ഇടാം. അപ്പോൾ ആ 1 year മുന്നേ ഞാൻ അങ്ങനെ എഴുതിയൊക്കെ വെച്ചു. മാനിഫെസ്റ്റേഷൻ നോട്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനം ഉണ്ടായിരുന്നു. മാനിഫെസ്റ്റേഷൻ കുറേ ഉണ്ട്, ആക്ടിങ്ങിന്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഈ നീറ്റ് ഒരു സാധനമാണല്ലോ, റിപ്പീറ്റ് ആണ്, 2 വർഷം റിപ്പീറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നി എന്തായാലും എഴുതാം, നമുക്ക് എന്നാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളത്. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇരുന്ന് കുത്തിയിരുന്ന് കുറെ കാസ്റ്റിങ്ങുകളൊക്കെ അയച്ചു, കുറെ പെർഫോമൻസ്, കുറെ നാൾ അതിന്റെ റിസർച്ചിലായിരുന്നു. ഒരു മാർച്ച് ഒരു സമയം മുതൽ ഏപ്രിൽ മെയ് വരെ ഞാൻ അതിന്റെ റിസർച്ചിലായിരുന്നു. എങ്ങനെ കയറാം, എന്ത് ചെയ്യണം, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ചെയ്ത് ഞാൻ കുറെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഞാനിങ്ങനെ കാസ്റ്റിംഗ് ഒക്കെ അയച്ചു. ആ കാസ്റ്റിംഗിൽ നിന്നാണ് ആദരാഞ്ജലി വരുന്നത്. ആദരാഞ്ജലിയിൽ നിന്നാണ് പിന്നെ അടുത്തടുത്ത സ്റ്റെപ്പുകൾ വരുന്നത്. ഓക്കെ, നമ്മൾ ആദരാഞ്ജലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. ഇതെന്തായാലും കുട്ടീനെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. എന്താ നമ്മൾ കണ്ട മെർലിൻ അല്ല, ആദരാഞ്ജലിയിലെ മെർലിൻ. ഞാനും അത്രക്കാരിയല്ല. ഞാൻ ആക്ച്വലി വെബ് സീരീസ് കാണുമായിരുന്നു. അപ്പൊ അതിലെ മറ്റേ സ്നേഹ ആങ്കർ ആണല്ലോ, അങ്ങനെ കാണുമായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു എന്ത് കോഴിയാ, പക്ഷേ ഇല്ല, ഇതൊക്കെ ഭയങ്കര റിലേറ്റഡ്. ഞാൻ പറയാൻ ചോദിക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ അതിൽ ഈ പറഞ്ഞ പോലെ എക്സ്ട്രീം കോഴിത്തരത്തിന് അങ്ങേയറ്റം, ഇതിലാണെങ്കിൽ പോസസീവ്നെസിന്റെ അങ്ങേയറ്റം. ഇത് റിയൽ ലൈഫിൽ എവിടെ നിൽക്കും മെർലിൻ? റിയൽ ലൈഫിൽ ഒരു ബന്ധമില്ല. ഇല്ല, ഞാൻ മെർലിനും അല്ല അമ്മു അല്ല. അല്ല അമ്മുന്റെ ഒരു വൈബ് ഉണ്ട്, പക്ഷെ കോഴിത്തരം റിയൽ ലൈഫിൽ എങ്ങനെയാണ് അനീന? ഞാൻ അമ്മുന്റെ ഒരു വൈബ്, ഒരു ചിൽ വൈബ്, പക്ഷെ കോഴിയല്ല, കോഴി വൈബാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് അമ്മു ഈ പറഞ്ഞ പോലെ കോഴിത്തരം കാണിക്കുന്ന അറ്റ് ദ സെയിം ടൈം ആണല്ലോ ഏകദേശം ഉപ്പുമുളകും ചെയ്തോണ്ടിരിക്കുന്നത് അല്ലെ? അല്ല, അത് കഴിഞ്ഞിട്ട് ഉപ്പുമുളകും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 4 എപ്പിസോഡ്സ് നമ്മൾ ആക്ച്വലി ജൂൺ എൻഡിനോട് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ,
പക്ഷേ റിലീസ് ആയപ്പോഴേക്കും ഏകദേശം സെയിം ആണ്. അത് ശരിക്കും ഒരു ലക്കല്ലേ, നമ്മളിപ്പോ ഒരു ക്യാരക്ടർ ചെയ്ത് പിന്നെ കുറെ കഴിഞ്ഞിട്ടായിരിക്കും വേറൊരു ക്യാരക്ടർ കിട്ടുന്നത്. അറ്റ് ദ സെയിം ടൈം 2 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഇങ്ങനെ റിലീസ് ആവുന്ന 2 ഡിഫറെന്റ് കൈൻഡ് ഓഫ് അനീനെ ആൾക്കാർ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത്. അതെങ്ങനെ ഉണ്ടായിരുന്നു ആസ് എൻ ആക്ട്രസ്? അത് രസമായിരുന്നു. കാരണം നമ്മള് ഇത് ഒരു റീലില് ഒരു മുഖം, വേറൊരു റീലില് അങ്ങനെ 2 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്. ഞാൻ ഈ ഇവരുടെ ചാനലിൽ അടിപൊളി ലൈഫിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു 8 പ്രൊജക്ട്സ് അടുപ്പിച്ച് തന്നെയാണ് ഞാൻ ചെയ്തത്. അപ്പൊ എന്റെ വിചാരം ഓക്കെ, ഇങ്ങനെ ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് ഇങ്ങനെ വരും, അങ്ങനെയുള്ള ഇതിനകത്തായിരുന്നു. ഇതിന്റെ ഇടയിൽ കുറച്ച് ലാഗ് വന്നു. പക്ഷെ ആദരാഞ്ജലി ഉപ്പുമുളക് ഒരുമിച്ച് ഇറങ്ങി. അത് സത്യം പറഞ്ഞാൽ ശരിക്കും ലക്കായിരുന്നു. കുറച്ചും കൂടി അങ്ങോട്ട് കുറച്ച് ലക്കായിട്ട് ഫീൽ ചെയ്തല്ലേ? ഫീൽ ചെയ്തു. എനിക്ക് പേഴ്സണലി ഈ ആക്ടിങ്ങിൽ കയറിയത് തന്നെ ഭയങ്കര ലക്കായിട്ട് ഫീൽ. കാരണം എനിക്ക് ആദ്യമേ അയക്കുന്ന കാസ്റ്റിംഗ് കോളിൽ കിട്ടുന്നു, ആദ്യമേ ഞാൻ ചെയ്യുന്ന പെട്ടെന്ന് ക്ലിക്ക് ആയ പോലെ എനിക്കൊരു ഫീല് വന്നു. ഐ മീൻ ഞാൻ എന്റെ ക്രെഡിറ്റ് ആയിട്ട് പറയുന്നല്ല, എനിക്ക് പേഴ്സണലി എന്തോ ഒരു ദൈവഭാഗ്യമുള്ള പോലെ കുറെ ആളുകൾ എനിക്ക് അറിയുന്നവരും പേഴ്സണലി ഇപ്പം ഞാൻ കയറിയതിന് ശേഷം ഒരുപാട് വർഷങ്ങളായിട്ട് ട്രൈ ചെയ്യുന്നവരിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ലക്കുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. ലക്കോ ഒരു ദൈവഭാഗ്യം എന്താ എനിക്കറിയില്ല. ഇപ്പൊ മാനിഫെസ്റ്റേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു, കുറെ എഴുതി വെച്ചു എന്നൊക്കെ പറഞ്ഞു. എപ്പോ മുതൽ ഈ മാനിഫെസ്റ്റ്, എനിക്ക് ആക്ച്വലി ഇങ്ങനെ ഉള്ള ആൾക്കാർ ഇഷ്ടമാണ്. ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. എന്റെ മറ്റേ വിഷൻ ബോർഡും എല്ലാ സാധനങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എപ്പോ മുതൽ അതിലൊക്കെ ഒരു ബിലീഫ് വന്നതിലേക്ക് എനിക്ക് ഞാൻ ഇക്കിഗായി വായിച്ചിട്ട് എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. ഇക്കിഗായി വായിച്ചിട്ട് എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ഒക്കെ കയറി. എല്ലാവരും പോയി ഇക്കിഗായി വായിക്കും. അതെ എല്ലാവരും പോയി ഇക്കിഗായി വായിക്കും. ഭയങ്കര ഇത് മോട്ടിവേഷൻ ഒക്കെ കയറി. അപ്പൊ ഞാൻ പ്രേമലു ആണ് സത്യം പറഞ്ഞാൽ എന്റെ ജീവിതം മാറ്റിമറിച്ചു. അതെ, പ്രേമലു ഞാൻ കുറെ നാളായിട്ട് പഠിത്തം 2 വർഷമായിട്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു, പഠിക്കുന്നു. ബുജ്ജീനെ അല്ല, രാവിലെ എണീക്കുന്നു പഠിക്കുന്നു, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്ക് വല്ലപ്പോഴും പുറത്തു പോയി അല്ലെങ്കിൽ ആ ഒരു കുറച്ച് സമയം മാത്രം. പക്ഷെ എന്റെ ലൈഫ് അതിൽ കോൺസെൻട്രേറ്റഡ് ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചൊക്കെ പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല, ഗുജറാത്തിലായിരുന്നു. അപ്പൊ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഞാനിങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചോണ്ട് പ്രേമലു കാണാൻ പോയാലോ, ഞാനിങ്ങനെ പോണോ, കാരണം ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആയി. ഞാൻ കംപ്ലീറ്റ്ലി എക്സ്ട്രോവേർട്ടഡ് ആയിരുന്നു. പക്ഷെ ഭയങ്കര ഇൻട്രോവേർട്ടഡ്, ഞാൻ ആരോടും മിണ്ടും, എനിക്ക് ആളുകൾ കാണുന്നതേ ഇഷ്ടമല്ല, അങ്ങനെയായി ഞാൻ. അപ്പൊ ഞാൻ പറയാം പ്രേമലു കാണാൻ പോണേ, ഇവിടുന്ന് അത്യാവശ്യം അരമണിക്കൂറേ ഉള്ളൂ, ഇവിടുന്ന് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്, കുറെ ആൾക്കാരുണ്ട്, നമ്മള് പോണോ, അങ്ങനെയൊക്കെ പറയില്ല നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആളെ കാണുന്നതും എനിക്ക് 1.5 വർഷം കഴിഞ്ഞിട്ടാ ഞങ്ങള് പ്രേമലു കാണാൻ പോയി. പ്രേമലു കണ്ടുകൊണ്ടിരുന്നു. അപ്പൊ എനിക്ക് എന്തൊക്കെയോ കുറെ സാധനങ്ങളൊക്കെ വന്നു, പഴയ ഞാൻ എന്നുള്ളൊരു സാധനം വന്നു. അങ്ങനെ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ സംതിങ് റോങ് ഉണ്ടെന്ന്. അത് കണ്ടപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വീണ്ടും എന്തൊക്കെയോ എൻ്റെ മനസ്സിലേക്ക് വന്നു, എനിക്ക് ആക്ടിങ് പോകണം, എനിക്ക് അതിലൊരു സ്കോപ്പ് ഉണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്നുള്ളൊരു ഫീലിംഗ് വരാൻ തുടങ്ങി. അങ്ങനെ വന്നു തുടങ്ങിയപ്പോഴാണ് പിന്നെ എനിക്ക് തോന്നുന്നു മാർച്ച് 12th ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഡിസൈഡ് ചെയ്തു എന്തായാലും എനിക്ക് ആക്ട് ചെയ്യണം. ആ സമയത്താണ് ഈ 16th ഞാൻ എഴുതി വെക്കുന്നത് ഞാൻ ആക്ടർ ആവുന്നുള്ളത്. എൻ്റെ ഉദ്ദേശം എന്തെങ്കിലും ഒരു ആക്ടിങ് സംഭവം ചെയ്യണം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഏപ്രിലൊക്കെ ആയപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി നീറ്റ് സെറ്റ് ആവൂല, നമുക്ക് ഇത് തന്നെ ഫോക്കസ് ചെയ്യാം, പക്ഷെ നീറ്റ് എഴുതണം, അത് വർക്ക് ചെയ്യണം, അതിന്റെ കൂടെ ആക്ടിങ് കൂടി കൊണ്ടുപോകണം എന്നുള്ളത്. പക്ഷെ ആദരാഞ്ജലി വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഒക്കെ പോയി, എല്ലാത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. ശരിക്കും പറഞ്ഞാൽ പ്രേമലു ആണ് ജീവിതം മാറ്റിമറിച്ചു. ഓക്കെ, ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പ്രേമലുവിൽ? ഇപ്പം നസ്ലിൻ മമിത? ഇല്ല, എനിക്ക് അതിന്റെ ക്രൂ മെമ്പേഴ്സിനെ പരിചയമായി. പറഞ്ഞു അപ്പോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ക്രൂവിലുള്ള ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ ഇത് കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, എന്റെ മാനിഫെസ്റ്റേഷൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഗിരീഷ് ഐ എം റെഡി ടു ബിക്കം എ ന്യൂ മമിത എന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ല, ഗിരീഷിന്റെ അടുത്തല്ല, ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അടിപൊളി. ഇപ്പൊ ഫിലിമില് ഇനിയിപ്പോ ഒരുപാട് നല്ല റോൾസ് ഒക്കെ തേടി വരുമല്ലോ. അപ്പൊ ഇതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് ഇന്ന പോലത്തെ ഒരു റോള് ചെയ്യണം, അല്ലെങ്കിൽ ഈ ആക്ടറിന്റെ കൂടെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ കുറെ ഉണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇമോഷണൽ, ഞാനിപ്പോ ചെയ്തേക്കുന്നതെല്ലാം ഭയങ്കര ചിൽപ്പിൽ ക്യാരക്ടേഴ്സ് ആണല്ലോ. എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഇമോഷണൽ ഒരു ക്യാരക്ടർ ആയിരുന്നു ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ഭയങ്കര ചെയ്യണം ഭയങ്കര ആഗ്രഹമുണ്ട്. ഓക്കെ, അഭിനയിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇമോഷണൽ? അതെന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. പിന്നെ ഇത് ഇഷ്ടമല്ലെന്നല്ല, ശരിക്കും അങ്ങനത്തെ ഇത് കുറച്ചുകൂടി ഒരു ഡെയിലി ലൈഫ് ആണല്ലേ. എനിക്ക് ഇപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്കിറ്റോ അല്ലെങ്കിൽ പെർഫോമൻസ് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. കരച്ചിൽ, അതായത് നമ്മളുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് കുറച്ചുകൂടി പുറത്തിറങ്ങി നടക്കുകയാണ്. എന്തായാലും നമ്മൾ ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് ഒരു ചെറിയ സെഗ്മെന്റ് ഉണ്ട്,
എന്താണത്? എന്താത്? കുസൃതി ചോദ്യമാണ്, സിമ്പിൾ ആണ്. ആ ഒരു ലെവൽ വെച്ചിട്ട് ആൻസർ ചെയ്താൽ മതി. ഓക്കേ. ഫസ്റ്റ് വൺ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഏറ്റവും കൂടുതൽ മഴയുള്ള രാജ്യം? മഴയുള്ള ആ രാജ്യം. വേണമെങ്കിൽ മഴയുടെ ഇംഗ്ലീഷൊക്കെ ആലോചിക്കാം, അപ്പൊ കിട്ടും. റെയിനൊക്കെ വരുന്ന ഏതെങ്കിലും രാജ്യത്തിന്റെ പേരുണ്ടോ? അത് രാജ്യമാണല്ലോ അല്ലേ? ഇത് രാജ്യമാണോ? രാജ്യം തന്നെയാണോ? എന്റെ മൈൻഡിൽ തന്നെ അത് പറഞ്ഞു. വേണ്ട. റീനോ? രാജ്യമായിരിക്കും. അറിയില്ല. UAE-ലൊക്കെ ഉള്ള ഒരു രാജ്യം. UAE-ൽ അങ്ങനെ രാജ്യം ഉണ്ടെന്നായിരിക്കും ആലോചിക്കുന്ന ആൾക്കാർ. UAE-ലെ രാജ്യം. സ്ഥലം 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 സ്ഥലം. ആ കുസൃതിയായിട്ട് ചിന്തിക്കും കുട്ടി. അല്ലെങ്കിൽ ഇങ്ങനെയാണ് ആലോചിക്കുന്നത്, ഇവിടെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്, അങ്ങനെ ആലോചിക്കുന്നത്. അല്ല, ഞാൻ റെയിൻ വെച്ച് ആലോചിക്കുന്നത്. എനിക്ക് സ്ഥലങ്ങളുടെ പേര് അറിയാത്തോണ്ടായിരിക്കും. ബഹ്റൈൻ. ഇല്ല ഇല്ല ഇല്ല, എനിക്കാരും പറഞ്ഞൊന്നുമില്ല. വേറെ രാജ്യമാണോ അല്ലേ? ആവശ്യമില്ല. ഓക്കെ, ഇത് ഭയങ്കര ടഫാട്ടാ, ബുദ്ധി ഉപയോഗിക്കണം. അതെ അതെ അതെ. ഹാഫ് സർക്കിൾ, ദെൻ ഫുൾ സർക്കിൾ, വീണ്ടും ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, പിന്നെ ഹാഫ് സർക്കിൾ, പിന്നെ ഫുൾ സർക്കിൾ, പിന്നെ ആംഗിൾ എ. അതെന്താ? ഒരു സാധനത്തിന്റെ പേരാ, നമ്മൾ കുടിക്കുകയൊക്കെ ചെയ്യും, കുടിക്കുന്നൊരു സാധനം. ഹാഫ് സർക്കിൾ, പിന്നെ ഫുൾ സർക്കിൾ. കുടിക്കുന്ന സാധനം. ഒരാൺപൂച്ചയും ഒരു പെൺപൂച്ചയും കണ്ടുമുട്ടി. അങ്ങനെ പരസ്പരം ഇഷ്ടപ്പെട്ടു. പെൺപൂച്ച ആൺപൂച്ചയുടെ ചെവിയിൽ സ്നേഹപൂർവ്വം ഒരു കാര്യം പറഞ്ഞു. എന്തായിരുന്നു അത്? ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് പറ. ശരിയില്ല. എന്തായിരിക്കും സ്നേഹത്തോടുകൂടി പൂച്ചന്റെ ചെവിയിൽ പറയുന്നത്? എനിക്കറിയാതെ, ഞാൻ കേട്ടിട്ടുണ്ട്. ആലോചിച്ചോ. ഒരു ക്ലൂ തായോ? പൂച്ച എന്താ പറയാ? അതല്ല, അതല്ല ഞാൻ കേട്ടിരിക്കുന്നത്. എന്താ കേട്ട? ഐ ലവ് യു എന്നാണോ? ഐ ലവ് യു അല്ലാണോ? അറിയില്ല, എന്തോ ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു ബക്കറ്റിൽ നിറയെ വെള്ളമുണ്ട്. കേട്ടിട്ടുണ്ടോ? അതെനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. വെള്ളമുണ്ടല്ലോ. ഓക്കെ, ചോദിക്കാം. ഒരു ബക്കറ്റിൽ നിറയെ വെള്ളമുണ്ട്. ബക്കറ്റിൽ ഒരുപാട് ഹോൾസ് ഉണ്ട്. പക്ഷെ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകും. കാരണം എന്താ? അത് വെള്ളം. അതന്നെ അതന്നെ. രായില്ലേ? രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു വേർഡ്. ഇത് ഭയങ്കര ടഫാ, ബുദ്ധിയാണ്. ബുദ്ധി ഉണ്ടെങ്കിൽ പറയാൻ പറ്റും. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു വേർഡ്. ക്ലൂ. കണക്കുമായി ബന്ധപ്പെട്ടതാ, നമ്പേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട. കണക്കല്ല, നമ്പേഴ്സ്. 2.5. വരച്ചിക്കാം. കൊറേ ഉണ്ടല്ലോ സ്റ്റോക്ക്. ഭക്ഷണം കഴിക്കാനായി റെസ്റ്റോറൻറ്റിൽ കയറിയ 4 ഫ്രണ്ട്സ് മസാല ദോശ ഓർഡർ ചെയ്തു. പക്ഷെ എല്ലാവർക്കും കിട്ടിയില്ല. എന്താന്നോ? എന്താ? മസാല ദോശ തീർന്നു പോയോണ്ട് അല്ല, ഒന്നും കൂടി ആലോചിക്കുക. 4 ഫ്രണ്ട്സ് റെസ്റ്റോറൻറ്റിൽ കയറി മസാല ദോശ ഓർഡർ ചെയ്തു. എല്ലാവർക്കും കിട്ടിയില്ല. എല്ലാവർക്കും അതാണോ? എല്ലാവർക്കും കിട്ടിയില്ല, അതിലാണ് ആൻസർ. ആലോചിക്കുക. എല്ലാവർക്കും കിട്ടിയില്ല. ഓക്കെ ഓക്കെ, പറ. എല്ലാവർക്കും കിട്ടിയില്ല. മസാല ദോശയിൽ എവിടെ ഇല്ല. ഓക്കെ, ലാസ്റ്റ് വന്നാണ്. ഒരു മാവിൽ ഉള്ള മാങ്ങകളുടെ എണ്ണം ഒരു കണ്ണുപൊട്ടൻ കൃത്യമായി എണ്ണി പറഞ്ഞു. എങ്ങനെ? ഒരു മാവിൽ കുറെ മാങ്ങയുണ്ട്, അതിൽ എത്ര എണ്ണിയല്ലേ പറഞ്ഞേ? അപ്പൊ കുഴപ്പമില്ലല്ലോ, കാണണ്ടല്ലോ. ഒരു കണ്ണുപൊട്ടനല്ലേ? എണ്ണാലോ? അങ്ങനെ മാവി കിടക്കുന്ന മാങ്ങ. ഞാൻ തറയിലുള്ള മാങ്ങ എണ്ണി പറക്കാൻ അതിന് കണ്ണാവശ്യമില്ലല്ലോ. മാവിലുള്ള മാങ്ങ എണ്ണി പറഞ്ഞോ? ഒരു മാവിൽ കുറെ മാങ്ങയുണ്ട്, ഒരു കണ്ണുപൊട്ടൻ ആ മാങ്ങ മുഴുവൻ എണ്ണി പറഞ്ഞു. ക്ലൂ. ഒരു കണ്ണുപൊട്ടൻ എല്ലാം എണ്ണി പറഞ്ഞു, അതിലാണ് ആൻസർ ഉള്ളത്. കണ്ണുപൊട്ടൻ എല്ലാം എണ്ണി പറഞ്ഞു.
ഭയങ്കര ഇന്റലിജന്റ് ക്വസ്റ്റ്യൻസ്, പക്ഷെ ഈസിയാണ്. ശ്രദ്ധിക്കൂ കുട്ടി. ചാറ്റ് GPT ഞാനും ഫോൺ എടുക്കേണ്ടി വരും. അറിയില്ല ഒരു മാവ്, അതിൽ കുറെ മാങ്ങ, ഒരു കണ്ണുപൊട്ടൻ, എല്ലാം എണ്ണി പറഞ്ഞു. അറിയില്ല. ഒരു കണ്ണുപൊട്ടൻ, ഒരു കണ്ണല്ലേ, മറ്റേ കണ്ണ് കാണിച്ചിട്ടുണ്ടോ? ഇത് കൊള്ളായിരുന്നു ആക്ച്വലി. ഞാൻ അതെല്ലാം എടുത്ത് പറഞ്ഞു. ഒരു കണ്ണുപൊട്ടൻ എല്ലാം എണ്ണി പറഞ്ഞു. കണ്ണുപൊട്ടൻ കൊള്ളായിരുന്നു. ഓക്കെ, അടിപൊളി. പക്ഷെ കുട്ടിക്ക് ആക്ച്വലി എല്ലാം അറിയാട്ടോ. ഇതും ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. പറയുന്നുണ്ട്. ഇത് എല്ലാം സ്ട്രെസ് ചെയ്തിരുന്നുണ്ടല്ലോ, അതുകൊണ്ടാ ഞാൻ ഈസി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാ. സാധാരണ ഞാൻ ഒന്നും പറയില്ല. നല്ല കാര്യം. ഞാൻ ഇങ്ങനെ ഇരിക്കും. മറ്റേ മാത്സ് ടീച്ചറൊക്കെ ഇങ്ങനെ ഇരിക്കും. ആയിക്കോളൂ.